ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ അടീനിയത്തിനെ കുറിച്ചാണ്. നമ്മൾ അടീനിയം പ്രൂൺ ചെയ്യുന്നതും റീപോർട്ട് ചെയ്യുന്നതും അതുപോലെ ഫസ്റ്റ് വളം കൊടുക്കുന്നതും പിന്നീട് നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള വളം കൊടുക്കുന്നതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ വന്നതിന് ശേഷം ഞാനൊരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന്. പക്ഷേ പിന്നീട് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലാന്റിൻ്റെ നിറയെ ബഡ്സൊക്കെ വരും, പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോവും. വീണ്ടും വരും, വീണ്ടും കൊഴിഞ്ഞു പോകും. ഞാൻ വിചാരിച്ചത് ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചത് ഈ മഴ വെയിലും മാറി മാറി വരുന്നത് കൊണ്ടാണ് എന്നാണ്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു തരം ബഗ്സിൻ്റെ അറ്റാക്കാണെന്നുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും അത് മനസ്സിലാക്കാൻ കഴിയൂല. ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും എൻ്റെ എല്ലാ പ്ലാന്റിനെയും അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമമായി. കാരണം നിറയെ ബഡ്സ് വരും, നമ്മൾ വിരിയും എന്ന് വിചാരിക്കും, പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോവും. വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതല്ലാണ്ട് പിന്നെ കൂടുതൽ പഞ്ചായിട്ടൊന്നും ഫ്ലവർ ഈ പ്രാവശ്യം വന്നതേ ഇല്ല. ഒത്തിരി പേര് എൻ്റെ അടുത്ത് അന്ന് വാങ്ങിച്ച അറബിക്കൻ പ്ലാന്റ് ഒന്ന് കാണിക്കാമോ, അതിൽ ഫ്ലവർ വന്നോ, സൈസ് എത്രയുണ്ട് എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് എൻ്റെ പ്ലാന്റിൽ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ആലോചിച്ചിട്ട് എല്ലാ പ്ലാന്റിനെയും ബാധിച്ചു. ഇനിയിപ്പോൾ മൊത്തം പ്ലാന്റിൻ്റെയും ലീഫുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. പിന്നീട് വരുന്ന ലീഫുകൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ കേട്ടോ, ആ ലീഫുകളൊക്കെ കത്തിച്ച് കളയണം. പിന്നീട് വരുന്ന ലീഫിലൊന്നും ഇത് ബാധിക്കില്ല, ഇതുണ്ടാവില്ല, ഫ്രഷായിട്ട് ലീഫ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കുറേ ആളുകളടുത്ത് ചോദിച്ചു, അവരൊക്കെ പറഞ്ഞത് ലീഫുകൾ മൊത്തം കട്ട് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കാനാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും എനിക്ക് ഏകദേശം ഒരു 65-70 പ്ലാന്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ലീഫുകൾ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാലും മാക്സിമം വല്ലാണ്ട് ബാധിച്ചതൊക്കെ ഞാൻ ഫസ്റ്റ് ലീഫുകളെല്ലാം കട്ട് ചെയ്തു വിട്ടാൽ നമുക്ക് ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് പറ്റിയൊരബദ്ധം. കുറച്ച് മുന്നേ എൻ്റെ ഒരു പ്ലാന്റിലെ എല്ലാ ലീഫും ഇതേപോലെ എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവം കേട്ടോ. ഇതിന് മുന്നേ ഒന്നും എൻ്റെ പ്ലാന്റിന് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാക്കാനും പറ്റിയില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു പ്ലാന്റിലെ എല്ലാ ലീഫും ഇതേപോലെ യെല്ലോ കളറായിട്ട് കൊഴിഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ റൂട്ടിനോ അല്ലെങ്കിൽ കോഡെക്സിനോ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് കരുതി ഞാൻ ആ പ്ലാന്റ് മൊത്തം പറിച്ചെടുത്ത് എല്ലായിടത്തും നോക്കി. പ്ലാന്റിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനത് അതിൽ തന്നെ കുഴിച്ച് വെച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ ലീഫുകളൊക്കെ വന്നു. പിന്നെയും ഈ ലീഫിന് ഈ പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ഈ ഒരു അറ്റാക്ക് ഉണ്ടായത് ആ ഒരു പ്ലാന്റിലാണ്. അതിന്നാകും ചിലപ്പോൾ എല്ലാ പ്ലാന്റിൽക്കും പിന്നെ പടർന്നത്. അതല്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും ഓൺലൈനായിട്ട് വാങ്ങിച്ച പ്ലാന്റിൽ നിന്നും പകർന്നതാവും. എന്തായാലും എൻ്റെ എല്ലാ പ്ലാന്റിലും ഈ ഒരു അസുഖം വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ യെല്ലോ ലീഫായിട്ടുള്ള എല്ലാ പ്ലാന്റിലെയും ലീഫ്, യെല്ലോ മാത്രമല്ല കേട്ടോ, ഗ്രീൻ ലീഫുള്ളതും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി കേട്ടോ. നമ്മളൊരിക്കലും ഈ ലീഫുകൾ അതിൻ്റെ ചോട്ടിൽ തന്നെ ഇടരുത്, അവിടെ നിന്ന് മാറ്റി കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ഈ അസുഖം വീണ്ടും വരും കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് വാങ്ങിയ എൻ്റെ ഒരു ഫ്ലവർ ബുണ്ട പ്ലാന്റാണ്, വൈറ്റാണ്. ഇതിലൊക്കെ നിറയെ ബഡ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമമായിപ്പോയി ഇത് കണ്ടപ്പോൾ. കാരണം ഇതിൻ്റെ ലീഫുകൾ മൊത്തം എന്താ പറയുക, ഈ ബഗ്സ് വന്ന് എന്താ പറയുക മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, അങ്ങനെ ഞാൻ അതിലെ ലീഫുകളും ബഡ്സൊക്കെ അവിടെ നിർത്തിയിട്ട് ലീഫുകൾ മൊത്തം കട്ട് ചെയ്തു കേട്ടോ. ബഡ്സ് വിരിയാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് കാണാമല്ലോ ഏത് ഫ്ലവർ എങ്ങനെയാണ് എന്നുള്ളത്. അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ബഡ്സ് അതിൽ നിർത്തി. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മുന്നേ വാങ്ങിയ ഒരു ഇൻസെക്ടിസൈഡാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. പിന്നീട് അത് പോണില്ലെങ്കിൽ വേറൊന്ന് അഗ്രോ ഷോപ്പിൽ പോയി വാങ്ങിയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതിന് പറ്റിയൊരു മെഡിസിൻ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ കയ്യിലുള്ളത് തൽക്കാലം അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇൻസെക്ടിസൈഡ് ഈ ഒരു റിവാർഡ് എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. റേറ്റ് 40 രൂപ എങ്ങാണ്ടാണ് അതിലെഴുതിയത്.
പക്ഷെ അതിൻ്റെ മെഷർമെൻറ്റുകളൊന്നും അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 ഡ്രോപ്സ്, നമുക്കറിയില്ലല്ലോ ഇത് എത്രത്തോളം കടുപ്പം കൂടുതലാണോ കുറവാണോ എന്നൊന്നും. അപ്പോൾ ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒരു ഏകദേശം 20 ഡ്രോപ്സോളം എടുത്തു. എന്നിട്ട് മിക്സ് ചെയ്ത് അത് എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാന്റിനും, അതായത് ലീഫ് കട്ട് ചെയ്തതിനും കട്ട് ചെയ്യാത്തതിനും എല്ലാത്തിനും അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയല്ലേ, കൂടാതെ ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. ഈ ഒരു ഇൻസെക്ടിസൈഡ് അടിച്ചപ്പോൾ എനിക്കതൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും പ്ലാന്റിന് ബാധിച്ചതാണല്ലോ. അഥവാ ഇനി അത് പോയിട്ടില്ലെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ പിറ്റേ ദിവസം ഒരു അഗ്രോ ഷോപ്പിൽ പോയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് പറഞ്ഞു തന്ന മെഡിസിനാണ് ഇത്. ഇതിൻ്റെ പേര് വരുന്നത് അഡ്മെർന്നാണ്. ഈ ഒരു പാക്കറ്റിൽ ആകെ 2 ഗ്രാമാണുള്ളത്. 40 രൂപയുണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 5 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലിൽ ഇടാനാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഇതിൻ്റെ 4 ഭാഗമാണ് ഇട്ടിട്ടത്. ഞാൻ അവരോട് ചോദിച്ചു ഇനി ഇത് വീണ്ടും എപ്പോഴാണ് അടിക്കേണ്ടി വരിക എന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ ദിവസം മാത്രം അടിച്ചാൽ മതി, അതോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് പോകും എന്നാണ്. എന്തായാലും പോകൂലെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം കേട്ടോ ഈ ചെയ്യുന്നത്. വീണ്ടും എല്ലാ പ്ലാന്റിലും അതൊന്നുകൂടെ അടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്നെപ്പോലെ ബഗ്സിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തവർ. ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, എനിക്ക് മാത്രം അറിയുണ്ടാവില്ല. എന്തായാലും പിന്നെ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.